ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 30-ാം എഡിഷനെ വരവേൽക്കാനൊരുങ്ങി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. ദുബായ് GDRFയും ഗ്ലോബൽ വില്ലേജും ചേർന്ന് പ്രത്യേക സംയുക്ത പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഭാഗമായി ദുബായിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന വിസകളിലും ദുബായ് അതിർത്തികളിലൂടെ പ്രവേശിക്കുന്ന യാത്രക്കാരുടെ പാസ്പോർട്ടുകളിലും ഗ്ലോബൽ വില്ലേജ് ലോഗോ പതിപ്പിക്കും. ഗ്ലോബൽ വില്ലേജ് സീസൺ 30ന്റെ ഔദ്യോഗിക ലോഗോ അടങ്ങിയ ഈ പ്രത്യേക സ്റ്റാമ്പ് ലഭിക്കുന്നവർക്ക് ഗ്ലോബൽ വില്ലേജിലേക്ക് ആദ്യത്തെ 10 ദിവസത്തേക്ക് സൗജന്യ പ്രവേശനം ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഓരോ വ്യക്തിക്കും ഈ ആനുകൂല്യം ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാനാകൂ. ദുബായിയുടെ സാംസ്കാരിക തുറന്ന സമീപനത്തെയും മനുഷ്യ വൈവിധ്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതീകാത്മക സംരംഭമാണിതെന്ന് GDRFA അധികൃതർ വ്യക്തമാക്കി. വിസയിലും എൻട്രി സ്റ്റാമ്പിലുമുള്ള ഈ പ്രത്യേക ലോഗോ UAEയുടെ പ്രധാന സാംസ്കാരിക ആകർഷണമായ ഗ്ലോബൽ വില്ലേജ് ലക്ഷക്കണക്കിന് അന്തർദേശീയ സന്ദർശകർക്ക് പരിചയപ്പെടുത്താനാകുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. ദുബായ് 2033 വിഷന്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി എമിറേറ്റിന്റെ പുരോഗമനപരമായ സ്വത്വവും സാംസ്കാരിക ഐക്യവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സംരംഭം നടപ്പാക്കുന്നതെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. പദ്ധതി പ്രഖ്യാപന ചടങ്ങിൽ GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി, ദുബായ് ഹോൾഡിംഗ് എന്റർടൈൻമെന്റ് ഗ്ലോബൽ വില്ലേജ് സീനിയർ വൈസ് പ്രസിഡന്റായ മിസ് സെയ്ന ദാഗർ, മാർക്കറ്റിംഗ് ആൻഡ് ഇവന്റ് ഡയറക്ടർ സാറ അൽ മുഹൈരി എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ദുബായ്.